ഗ്രാമത്തിലെ ഏറ്റവും വലിയ ഒരു പ്രൈവറ്റ് സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ വിളിച്ചുകൊണ്ട് അധ്യാപകൻ ഒരു ലെറ്റർ കൊടുത്തുകൊണ്ട് പറയുകയാണ്. ആ കുട്ടി, നീ ഒന്ന് ഇവിടെ വരൂ. എന്താണ് സാറേ വിളിച്ചത്? ഇന്ന് ഈ ലെറ്റർ നിന്റെ മമ്മിൻ്റെ അടുത്തോ ഫാദറിൻ്റെ അടുത്തോ കൊണ്ടുപോയി കൊടുക്കണം. ശരി സാർ. എന്നാൽ എല്ലാവരും വീട്ടിലേക്ക് പോയിക്കോളൂ, ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. ഓ, എൻ്റെ മകൻ വന്നു. എന്താ മകനെ കയ്യിലൊരു പേപ്പർ വെച്ചിരിക്കുന്നത്? ഈ ലെറ്റർ സാറ് അമ്മൻ്റെ അടുത്ത് തരാൻ പറഞ്ഞു. കൊണ്ട് അമ്മ വായിച്ചു നോക്കട്ടെ. എന്നാൽ എനിക്ക് ഭക്ഷണം എടുത്തു വെക്കമ്മേ. നിങ്ങളുടെ മകൻ തീരെ ബുദ്ധിയില്ലാത്ത ഒരു കുട്ടിയാണ്. അതുകൊണ്ട് അവനെ ഞങ്ങൾക്ക് ഈ സ്കൂളിൽ പഠിപ്പിക്കാൻ പറ്റുകയില്ല. നിങ്ങൾ അവനെ വേറെ ഏതെങ്കിലും സ്കൂളിൽ വിട്ട് പഠിപ്പിക്കണം. നാളെ മുതൽ ഇങ്ങോട്ട് അവനെ പറഞ്ഞയക്കരുത്. എന്താണമ്മേ ആ ലെറ്ററിൽ എഴുതിയിരിക്കുന്നത്? അതിൽ എഴുതിയിരിക്കുന്നത് എൻ്റെ മകൻ വളരെ ബുദ്ധിയുള്ള കുട്ടിയാണെന്നും ഈ സ്കൂളിൽ പഠിപ്പിക്കാതെ ഇതിനും വലിയ സ്കൂളിൽ പഠിച്ച് അവനെ വലിയ ആളാക്കണം എന്നാണ് മാഷ് ആ ലെറ്ററിൽ എഴുതിയിരിക്കുന്നത് മോനെ. അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞു. അവൻ്റെ അമ്മ വയസ്സായി മരണമടഞ്ഞു. അവൻ ഒരു ദിവസം അമ്മ കിടന്ന റൂം വൃത്തിയാക്കുകയായിരുന്നു. അങ്ങനെ അമ്മ കിടന്ന തലകാണിയുടെ അടിയിൽ നിന്നും അന്ന് മാഷ് തന്ന ആ ലെറ്റർ അവൻ്റെ കയ്യിൽ കിട്ടുകയാണ്. അപ്പോഴാണ് അവൻ ആ ലെറ്റർ പഠിച്ചു നോക്കുന്നത്. അങ്ങനെ ആ ലെറ്റർ അവൻ പഠിച്ചു. അതിൽ അമ്മ പറഞ്ഞതും മാഷ് എഴുതിയതും വ്യത്യാസമുണ്ടായിരുന്നു. അത് ഇപ്പോഴാണ് അവന് മനസ്സിലായത്. പിന്നീട് ആ കുട്ടിയായിരുന്നു വളർന്നു വലുതായി ഏറ്റവും അറിയപ്പെടുന്ന തോമസ് ആൽവ എഡിസൺ എന്ന വലിയ ശാസ്ത്രജ്ഞൻ ആയത്. കാർട്ടൂൺ ട്രീസ് എന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാനും മറക്കരുത്.